കുട്ടി. ഇങ്ങനെ കരയല്ലേ? ഇപ്പൊ ഇങ്ങനെ കരഞ്ഞിട്ട് ഇപ്പൊ എന്താ കാര്യം? പോണ്ടവര് പോയില്ലേ? എങ്ങനെയാണ് കരയാതിരിക്ക? ഞാൻ കാരണം എന്റെ കുട്ടിയുടെ ജീവൻ പോയില്ലേ? ഞാൻ അതിനെ തള്ളി പറഞ്ഞയച്ചതാണ്. എന്റെ കുട്ടിനൊക്കെ നഷ്ടപ്പെട്ട് ഞാൻ വിചാരിച്ചു ഒരു പക്വത കുറവൊക്കെ ആയിട്ടേക്കാരെന്ന. പക്ഷെ എന്റെ കുട്ടി ഇത്രയും സൈക്കിൾ ചെയ്തത് ഞാൻ അറിയില്ല. ഞാൻ അന്നേ എന്നോട് പറഞ്ഞില്ലടി, ഇങ്ങനെ നമ്മളെ മക്കള് പറയണ കേക്കാതിരിക്കരുത് ഒരിക്കലും. ഐറ്റങ്ങൾ അത്രയും സഹിച്ചിട്ടേക്കാരപ്പത് പറയുണ്ടാവുക. നമ്മള് വിചാരിക്കും ഓൾക്ക് പ്രായമായിട്ടില്ല, പക്വത ആയിട്ടില്ല, അതുകൊണ്ട് വന്ന് പറയാണ് ജീവിതം എന്താന്ന് അറിയില്ല എന്നൊക്കെ. പക്ഷെ എന്നാലും ഐറ്റങ്ങൾ അനുഭവിക്കണത് ഇപ്പൊ ഞമ്മള് കാണുന്നില്ലല്ലോ. എന്നോട് ഓള് വന്ന് പറഞ്ഞില്ല എന്നെ ഓളെ തല്ലുന്നുണ്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ. എന്നിട്ട് ഇജ്ജ് കേക്കാതെ പാവത്തിന് പറഞ്ഞയച്ചില്ലടി. എന്തിനേന്ന് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇജ്ജ് അത് പറഞ്ഞ് കേൾക്കുകയാണെങ്കിൽ ഇപ്പൊ അത് എന്റെ പിന്നാലെ ഉണ്ടാവുന്നല്ലോ. അതിന് വേറൊരു ജീവിതം ഇനിയും കിട്ടുമായിന്ന്. പാണ്ടുണ്ടായിരുന്നില്ല. ഞാനായിട്ട് എന്റെ കുട്ടിയുടെ കൊലക്ക് കൊടുത്തല്ല റബ്ബേ. എല്ലായിടത്തും ഈ ന്യൂസും കാര്യങ്ങളൊക്കെ കേൾക്കണം. എന്നിട്ട് എന്റെ തലക്ക് എന്താ ഇങ്ങനെ? ഞാൻ എന്തിനാ അതിനെ പറഞ്ഞയച്ചത്? എന്റെ കുട്ടിയുടെ ജീവൻ ഞാനായിട്ട് തന്നെ. ഈ കഥ ആലോചിക്കുമ്പോളാ തുള്ളി വെള്ളം പോലും കുടിച്ച് അതിടത്ത് ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. ഞാൻ ചായ കൊടുത്തിട്ട് ഒന്ന് കുടിച്ചാതെ ഇറങ്ങിപ്പോയി എന്റെ കുട്ടി. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഓളത് ചെയ്യുന്നൊന്നും. എന്നോട് എന്താ പറഞ്ഞത്? നല്ല പോലെ ജീവിക്ക, എന്റെ വാപ്പ ഉമ്മയും പറയണ പോലെ ഞാൻ നിന്നോണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പോയതാണ്. കരണ്ട, പടച്ചവനോട് തേടും ഞാൻ അതിന് ഖബറിലെങ്കിലും സ്വസ്ഥത ഉണ്ടാവട്ടെ. പടച്ചവനെ, ഒരാൾക്ക് ഈ അവസ്ഥ വരാതിരിക്കട്ടെ. ഞാൻ ചെയ്ത പോലെ ഒരാളും ചെയ്യാതിരിക്കട്ടെ. മക്കള് വന്ന് പറയുമ്പോ തട്ടിക്കളയാതിരിക്കട്ടെ. പടച്ചവനെ, ഒരാൾക്ക് ഈ ബുദ്ധി കൊടുക്കാതിരിക്കട്ടെ.